സാലറി ഇതാ ഇപ്പം കിട്ടിയതേ ഉള്ളൂ. ഭയങ്കര റിച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, കയ്യിലൊന്നുമില്ല. പൈസ എവിടെ പോയി എന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. എത്ര പ്രാവശ്യം ട്രൈ ചെയ്താലും ഭയങ്കര റെസ്ട്രിക്റ്റിംഗ് ആണ്. ഇങ്ങനെ പിടിച്ച് ചിലവാക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ സത്യം പറയട്ടെ, ബഡ്ജറ്റിംഗ് റെസ്ട്രിക്റ്റിംഗ് അല്ല. ബഡ്ജറ്റിംഗ് ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ ഓരോ പ്രാവശ്യം പൈസ ചിലവാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അയ്യോ പൈസ പോവാണല്ലോ, അയ്യോ പൈസ ചിലവാക്കുവാണല്ലോ, അയ്യോ ഇത് കറക്റ്റായോ, അയ്യോ തെറ്റായിപ്പോയോ, ഇത് കൂടിപ്പോയോ, ഇത് കുറഞ്ഞു പോയോ, അങ്ങനെയുള്ള കുറേ ചിന്തകളില്ലേ. നമ്മുടെ ആ എക്സ്ട്രാ കേക്ക് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആ നെക്സ്റ്റ് ഷൂ, നമ്മുടെ സിനിമ ടിക്കറ്റ്, സിനിമയ്ക്ക് ചിലവാക്കിയ പൈസ, അവിടെ വാങ്ങിച്ച പോപ്കോണിൻ്റെ പൈസ, ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടാവില്ലേ. അയ്യോ പൈസ ഞാൻ ചിലവാക്കി, എൻ്റെ കയ്യിൽ പൈസ തീർന്നു, എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ്, എനിക്ക് പൈസ ചിലവാക്കാൻ അറിയത്തില്ല, എനിക്ക് പൈസ സൂക്ഷിക്കാൻ അറിയത്തില്ല, അങ്ങനെ പല പല ചിന്ത ഉണ്ടാവുമല്ലോ. അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് ബഡ്ജറ്റ്. അതായത് നമുക്ക് ഈ പറഞ്ഞ ടെൻഷനൊന്നും ഇല്ലാതെ, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയില്ലോ എന്ന ചിന്തയില്ലാതെ നമുക്ക് പൈസ ചിലവാക്കാൻ പറ്റും. അതൊരു അടിപൊളി മെത്തഡല്ലേ? അതെ. അപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ അല്ല, ഗിൽട്ട് ഫ്രീ ആയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാനുള്ള വഴിയാണ്. അതിൻ്റെ കൂടത്തിൽ കുറച്ച് സേവിങ്സും ആയാൽ നഷ്ടമില്ലല്ലോ, ഇല്ല. അതാണ് ബഡ്ജറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ബഡ്ജറ്റിംഗ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. അവസാനം ഞാനൊരു അടിപൊളി ടിപ്പ് പറഞ്ഞു തരുന്നുണ്ട്. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തുമ്യാലിൽ. ഞാൻ ബിസി ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനും പൈസ സ്ട്രെസ് ഫ്രീ ആയിട്ട് മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കും അതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു 1-to-1 കോച്ചിങ് സെഷൻ ഉണ്ട്. നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച്, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൈസ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു കോച്ചിങ് ആണ്. അപ്പോൾ അത് 1-to-1 സെഷനാണ്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ഒരു ഫോം കിടപ്പുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തൊരു ഫോം കിടപ്പുണ്ട്. ആ ഫോം ഫിൽ ചെയ്ത് അയക്കുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബഡ്ജറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ, ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ളൊരു ചീറ്റ് കോഡാണ്, ഒരു എളുപ്പ വഴിയാണ് ബഡ്ജറ്റിംഗ്. എങ്ങനെയാണെന്നല്ലേ? ബഡ്ജറ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 സിമ്പിൾ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചെയ്താൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എല്ലാ മാസം ചെയ്യാൻ പറ്റും. മിക്കവാറും ആൾക്കാർ ബഡ്ജറ്റിംഗ് ചെയ്യാത്തതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത്, ബഡ്ജറ്റിംഗ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. രണ്ടാമത്തത്, ബഡ്ജറ്റിംഗ് എനിക്കുള്ളതല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തത്, ബഡ്ജറ്റിംഗ് ഉണ്ടല്ലോ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കുള്ളതാണ്, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇഷ്ടം പോലെ സാലറി ഉണ്ട്, എനിക്ക് ഇഷ്ടം പോലെ ചിലവാക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 3 എണ്ണത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളും ബഡ്ജറ്റിംഗ് ചെയ്യാത്തതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണോ? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യേ. നോക്ക്, പ്രശ്നം ഇതാണ്. പൈസ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കൊച്ചിനെ പോലെയാണ്. ആ കൊച്ചിനോട് എങ്ങോട്ട് പോകണം നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതതിന് തോന്നുന്ന പോലെ പോവും, തോന്നുന്ന വഴിക്ക് പോവും. പൈസ അതുപോലെയാണ്. എവിടെ പോകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പല വഴിക്ക് പോവും. പിന്നെ അതെവിടെ പോയിന്ന് കണ്ടുപിടിക്കാനേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മുടെ ബഡ്ജറ്റിങ്ങിലോട്ട് പോകാൻ റെഡിയല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്നാ കേട്ടോ, നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം എത്രയാണെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പഴയ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലാണ് ശമ്പളം വരുന്നത് ഞാൻ വിചാരിക്കുവാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇനി എത്ര വന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതിയെടുക്കുക. കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 5-6 മാസം പുറകോട്ട് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം വരുന്നുണ്ടെന്ന് നോക്കുക. ഇൻകം എന്ന് പറയുന്നത് ജസ്റ്റ് സാലറീഡ് ഇൻകം മാത്രം ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീടുണ്ട്, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റെൻ്റൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ല വേറെ എന്തെങ്കിലും സാധനം റെൻറ്റിന് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇൻകം വരാം. പിന്നെ സാലറിയും വരാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൈഡ് അസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം വരാം. അപ്പോൾ നിങ്ങളുടെ ആവറേജ് മന്ത്ലി ഇൻകമാണ് എടുക്കേണ്ടത്. അതായത് എല്ലാ മാസങ്ങളിലും നോക്കുക. ഒരു 3 മാസം വരെ മാക്സിമം പുറകോട്ട് പോയി നോക്കിയാൽ മതി. ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നല്ലേ ഞാൻ. ഇനി അതിന് മടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ മാസത്തെയെങ്കിലും വരുമാനം എത്രയാണെന്ന് നോക്കി നോക്ക്. അത് മാത്രം, ഇൻകം മാത്രം ഒന്ന് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കുവാണോ? പോയി പുസ്തകവും പേനയും എടുത്തോണ്ട് വന്ന് എഴുതിയെടുക്ക്. ഇപ്പം തന്നെ ചെയ്തോ. ഓക്കെ,
പേപ്പറും പേനയും ഇല്ലെന്നല്ലേ പറയാൻ വരുന്നത്? ശരി, നിങ്ങളുടെ ഫോണിനകത്ത് നോട്ട് സെക്ഷൻ ഇല്ലേ, അവിടെ എഴുത് നിങ്ങളുടെ ഇൻകം എത്രയാന്ന്. എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നേ. ആ ക്ലയൻറ്റ് പറഞ്ഞു, സാലറി എനിക്ക് ഏകദേശം 50,000 വരുന്നതെന്ന്. ഏകദേശത്തിൻ്റെ കണക്ക് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. വരുമാനം എങ്ങനെ ഏകദേശം ആവുന്നേ? അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ശരിക്കിരുന്ന് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് 50,000 അല്ലായിരുന്നു, 58,000, 58,000 ആയിരുന്നു ആളുടെ വരുമാനം. എത്ര രൂപ? 8,000 റുപ്പീസാണ് പുള്ളി ഒറ്റയടിക്ക് ഏകദേശം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്. അങ്ങനെ ആവരുത്. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഇൻകമോ നോക്കിയിട്ട് എത്ര രൂപ വരുമാനം വരുന്നുണ്ട് എന്ന് എഴുതി വെക്കാം. സ്റ്റെപ്പ് 1 കഴിഞ്ഞില്ലേ? ഇനി സ്റ്റെപ്പ് 2, നിങ്ങളുടെ ഫിക്സഡ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസുകൾ എഴുതി വെക്കാം. ഇപ്പം നമ്മൾ വരവ് പറഞ്ഞു, ഇൻകം നമ്മൾ എഴുതി വെച്ചു. ഇനി അടുത്ത ചിലവാണ്, അത് ഫിക്സഡ് ആയിട്ടുള്ള ഉണ്ടാവും. ഫിക്സഡ് എക്സ്പെൻസുകൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അത് വാടകയ്ക്കാണെങ്കിൽ വാടക ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് EMI ഉണ്ടെങ്കിൽ അത് ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആണ്. ചിട്ടി വേണമെങ്കിൽ നമുക്കൊരു ഫിക്സഡ് എക്സ്പെൻസിൽ കൂട്ടാം അത്. പിന്നെ നിങ്ങൾ മാസാമാസം എല്ലാ മാസവും കൃത്യമായിട്ട് അടയ്ക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, അത് എപ്പോഴും കൃത്യമാണ്, ആ എമൗണ്ട് എല്ലാ മാസവും അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തിനും ആയിക്കോട്ടെ, അത് ഫിക്സഡ് എക്സ്പെൻസ് ആണ്. പിന്നെ നിങ്ങളുടെ ബിൽസ് ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല് ഉണ്ടെങ്കിൽ അത്, ഗ്യാസിൻ്റെ ബില്ല്, ഇതൊക്കെ നോർമലി ഒരു ഹൗസ് ഹോൾഡിൽ ഏകദേശം സെയിം ആയിരിക്കുമല്ലോ. ഒരു ആവറേജ് എടുത്തിട്ട് അതൊക്കെ ഫിക്സഡ് ഇൻകം ആക്കി വെക്കാം. അതൊക്കെ ഫിക്സഡ് എക്സ്പെൻസ് ആക്കി എടുക്കാം. ഇവിടെ ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസുകൾ ഫിക്സഡ് അല്ല, ചിലപ്പോൾ ചെറിയ മാറ്റം വരുമെങ്കിൽ ഇതുവരെ വന്നതിൽ മാക്സിമം ആയിട്ടുള്ളത് എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറണ്ട് ബില്ല് ഒരു മാസം 2,000 രൂപ വരുന്നുണ്ട്. ചില മാസങ്ങളിൽ 1,500 വരാറുണ്ട്. അപ്പം നിങ്ങൾ എടുക്കേണ്ടത് 2,000 എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടത്. എൻ്റെ ഒരു ക്ലയൻറ്റിനോടെ ഞാൻ ഫിക്സഡ് എക്സ്പെൻസ് നോക്കാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു 40,000 ആണെന്ന്. ഓക്കെ, ശരി, അങ്ങനെയായിരിക്കും എന്ന് കരുതി ഞങ്ങൾ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കി. അതെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 3 ജിം സബ്സ്ക്രിപ്ഷൻ പണ്ടെപ്പോഴോ എടുത്തതാണ്, വർഷത്തിൽ ഒരിക്കലേ പേ ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് മാഗസിൻസിനുള്ള സബ്സ്ക്രിപ്ഷൻ, പിന്നെ അവിടെ ഇവിടെ കുറച്ച് സബ്സ്ക്രിപ്ഷൻസ്. അങ്ങനെ നല്ല രീതിയിൽ ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിക്സഡ് എക്സ്പെൻസ് നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട്, വർഷത്തിൽ ഒരിക്കലായതുകൊണ്ട് നെഗ്ലിജിബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിലൂടെ മനസ്സിലാവും. വേരിയബിൾ എക്സ്പെൻസ് പിന്നെ ഞാൻ പറയണ്ടല്ലോ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്, സിനിമയ്ക്ക് പോകുന്നത്, ഗ്രോസറി. ചിലർക്ക് ഗ്രോസറി ലിമിറ്റഡ് ആയിരിക്കും, എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആയിരിക്കും. ചിലർക്കത് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വേരിയബിൾ ആണോ ഫിക്സഡ് ആണോ എന്നനുസരിച്ച് രണ്ടായിട്ട് വേർതിരിച്ച് എഴുതി വെക്കണം. ബഡ്ജറ്റിംഗ് ഓൾമോസ്റ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതായിരുന്നു മെയിൻ ടാസ്ക്. ഇനിയുള്ളത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങളുടെ ഇൻകം ഉണ്ടായിരുന്നല്ലോ, ആ ഇൻകത്തിനെ 50, 30, 20 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 50% നിങ്ങളുടെ നീഡ്സിന് വേണ്ടി യൂസ് ചെയ്യുക. നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതാണ് നീഡ്സ്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ റീചാർജും വൈഫൈയും ഒക്കെ നീഡ്സ് ആണ്. അപ്പം നിങ്ങളുടെ നീഡ്സ് എന്താ നിങ്ങൾക്ക് അറിയുള്ളൂ. എൻ്റെ നീഡ്സ് ആയിരിക്കില്ല നിങ്ങളുടേത്, നിങ്ങളുടെ നീഡ്സ് ആയിരിക്കില്ല ഈ വീഡിയോ കാണുന്ന അടുത്ത ആളുടെ നീഡ്സ്. അപ്പം നിങ്ങളുടെ നീഡ്സ് കണ്ടുപിടിച്ച് ഒന്ന് എഴുതി വെച്ചേരെ. നിങ്ങൾ ഓൾറെഡി ഫിക്സഡ് എക്സ്പെൻസും വേരിയബിൾ എക്സ്പെൻസും എഴുതി വെച്ചിട്ടില്ലേ? അതിനകത്ത് തന്നെയുണ്ട് നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങളുടെ വോണ്ട് എന്താന്ന്. ഇപ്പം തോന്നുന്നുണ്ടാവും എൻ്റെ വരുമാനത്തിൻ്റെ 50% കൂടുതൽ എനിക്ക് നീഡ്സ് ഉണ്ടെന്ന്. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എല്ലാവർക്കും ഈ 50, 30, 20 റൂള് ആപ്ലിക്കബിൾ ആവില്ല. കാരണം നമ്മൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ്. അപ്പം അതുകൊണ്ട് അതിൽ ഫോക്കസ് കൊടുക്കണ്ട. നീഡ്സ് കണ്ടുപിടിച്ചല്ലോ, ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടല്ലോ, നീഡ്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ, അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, അതിനെ 30, 20 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 30, 20 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാൽ മതി. എത്ര എമൗണ്ട് ഉണ്ടോ അതിൻ്റെ 30% എത്രയാണ്, 20% എത്രയാണെന്ന് കാൽക്കുലേറ്റർ നോക്കിയാൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് 30%ഉം 20%ഉം കണ്ടുപിടിച്ചോ. ഇനി അതിനകത്ത് 30% നിങ്ങൾക്ക് നിങ്ങളുടെ വോൺസിന് വേണ്ടി ചിലവാക്കാം. വോൺസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ. വോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ. നമുക്കതില്ലെങ്കിലും ജീവിക്കാനൊക്കെ പറ്റും, പക്ഷെ ആഗ്രഹമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകണം, ഇടയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, ഇടയ്ക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം, ഇടയ്ക്കൊരു ഡ്രസ്സ് വാങ്ങണം, ഇടയ്ക്കൊരു ഷൂ വാങ്ങണം. അതൊക്കെ നമ്മുടെ വോൺസിനകത്ത് വരും. എന്തോ ആയിക്കോട്ടെ, വോൺസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിലവാക്കാനുള്ള പൈസയാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഗിൽട്ട് ഫ്രീ എക്സ്പെൻസ്. കണ്ട, നമ്മൾ അയ്യോ ഷൂ വാങ്ങും, അയ്യോ ഈ ഷൂ ഇത്രയും പൈസയുടെ വാങ്ങണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് വോൺസിനകത്ത് വരുന്ന 30%-നകത്ത് വരുന്ന നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ചിലവാക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്.
അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ 20%. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഈ 20% എവിടെയാണ് പോകുന്നത് നല്ല ചിന്തിക്കുന്നത്? 20% പോവേണ്ടത് നിങ്ങളുടെ സേവിങ്സിലോട്ടാണ്. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ തുടക്കത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയില്ല. പല ഓൺലൈൻ ഗുരൂസും പറയുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റിംഗ് ആണ് ഏറ്റവും വലുത്, അത് ചെയ്താലേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇൻവെസ്റ്റിംഗ് ഒക്കെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജ്, ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ വരാം. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ നേരെ പൈസ കിട്ടുന്ന കൊണ്ടുപോയി ഫുൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, കൊറോണ കാലത്ത് കുറേ പേർക്ക് വന്നൊരു ബുദ്ധിമുട്ട് ഓർമ്മയുണ്ടോ? പൈസ കുറേ ഷെയർ മാർക്കറ്റിൽ കിടപ്പുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല, മാർക്കറ്റ് ഇടിഞ്ഞ് കിടക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രൈസിസിലായിപ്പോൾ ആൾക്കാർ അറിയില്ലേ? അങ്ങനെയായിപ്പോൾ. സോ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല തുടക്കത്തിൽ എന്നുള്ളത് ആദ്യം ആലോചിക്കുക. സേവിങ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ആ സേവിങ്സ് പല കാറ്റഗറി ആയിട്ടാണ് പോകേണ്ടത്, അതിനൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ രീതിക്കുള്ള ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫിനാൻസ് കൺസൾട്ടേഷനിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങൾ നാട്ടിലാണോ, UK-യിലാണോ, യൂറോപ്പിലാണോ, എവിടെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ തരാൻ എനിക്ക് പറ്റും. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കിടപ്പുണ്ട്, കയറി ഫിൽ ചെയ്ത് നോക്ക്. എനിക്ക് ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാൻ ഭയങ്കര പാടാണ്. ഞാനൊരു സാധനം വാങ്ങണമെങ്കിൽ 100 തവണ ആലോചിക്കും, അയ്യോ ഇത് വാങ്ങണോ, ഇത് വേണ്ടയോ, ഇത് പൈസ കൂടുതലാണോ, ഈ പൈസ എൻ്റെ ബഡ്ജറ്റിനകത്ത് വരുമോ, അങ്ങനെ പല ചിന്തകളാണ്. അപ്പോൾ സിനിമയ്ക്ക് പോകുന്ന കാര്യം പറയേ വേണ്ടല്ലോ. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അയ്യോ പൈസ പോയില്ലോ എന്ന്. പക്ഷേ ബഡ്ജറ്റിങ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് സിനിമ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് കാണാം. കാരണം എനിക്കറിയുന്നത് എനിക്ക് ഇഷ്ടം പോലെ ചിലവാക്കാൻ പറ്റുന്ന പൈസയാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്. നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ചിലവാക്കാനുള്ള ഇഷ്ടം പോലുള്ള കാശ് ബഡ്ജറ്റിങ് നമുക്ക് കൊണ്ടുവരും. ദേ പോയി ദാ വന്നു എന്ന് പറയണ പോലെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഇത്രയുള്ള നമ്മുടെ ബഡ്ജറ്റിങ്. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു അഡീഷണൽ സ്റ്റെപ്പ് വേണേൽ ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ബഡ്ജറ്റ് ശരിയാണോ, ഇത് കറക്റ്റാണോ പോകുന്നത്? ഇടയ്ക്ക് ഒരു ബോണസ് വന്നു, ആ ബോണസ് എവിടെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങോട്ടേക്ക് ഇടേണ്ടത്, അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. അവസാനത്തെ സ്റ്റെപ്പ് അടിപൊളി സ്റ്റെപ്പാണ്. അവസാനം അടിപൊളി ഒരു ടിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതെന്താന്ന് മനസ്സിലായോ? യെസ്, നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ വോൺസിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള പൈസ ചിലവാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതായിരുന്നു ഞാൻ പറഞ്ഞ ടിപ്പ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര രൂപ ചിലവാക്കാം, എത്ര രൂപ സേവ് ചെയ്യാൻ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ എൻ്റെ കുറേ പഴയ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലൊക്കെ എനിക്ക് സാലറി വരാൻ തുടങ്ങിയ സമയത്തൊക്കെ പൈസ എവിടെ പോയി എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കൃത്യമായിട്ട് അറിയാം അത് എവിടെ പോകുന്നു, എനിക്ക് എത്ര രൂപ എന്ത് ഇഷ്ടം ചിലവാക്കാം എന്നുള്ളത്. അതാണ് ബഡ്ജറ്റിങ്ങിൻ്റെ വലിയൊരു പ്രിവിലേജ്. ഇപ്പം എനിക്കൊരു സിമ്പിൾ സിസ്റ്റം ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് ഞാൻ പൈസ ചിലവാക്കും, എന്നിട്ട് ഞാൻ ആവശ്യത്തിന് പൈസ സേവ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ ഒത്തിരി പിശുക്കൊന്നുമില്ല, ഒത്തിരി സേവ് ചെയ്യുന്നുമില്ല, രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു. നിങ്ങൾ ഇതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചിലവാക്കുന്ന ആ 30% ഉണ്ടല്ലോ, നമ്മുടെ വോൺസിന് വേണ്ടിയുള്ള 30%, അത് എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടും നിങ്ങളത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എഴുതിക്കോ. നമ്മൾ ഒരിക്കലും ലേറ്റ് അല്ല, വി ആർ നെവർ ലേറ്റ്. അപ്പോൾ ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ട്, കയറി നോക്കാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, പക്ഷേ പറയാൻ പറ്റത്തില്ല, കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോയുടെ ഐഡിയ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളുടെ പേര് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിന് കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഇതുപോലെ ബഡ്ജറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസ ചിലവാക്കുമ്പോൾ ഒത്തിരി പിശുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ ഒരുപാട് ചിലവാക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത പ്രാവശ്യമെങ്കിലും അവർ നിങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ പുറത്ത് വരുമ്പോൾ ഈ പിശുക്കൊന്ന് മാറ്റട്ടെ, അല്ലേ? അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.